നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചരിത്രം കുറിച്ചിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി. ചരിത്രത്തിൽ ഇന്ന് വരെ FA കപ്പിൻ്റെ ഫൈനലിൽ തുടർച്ചയായി 4 വട്ടം ഒരു ടീമും എത്തിയിട്ടില്ല. യെസ്, പെപ് ഗാർഡിയോളയും സംഘവും ഇതാ ഒരിക്കൽ കൂടി FA കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തുന്നു. കഴിഞ്ഞ 2 ഫൈനലുകൾ അവർക്ക് കിരീടം ചൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വളരെ നാടകീയമായിട്ടുള്ള വിജയമാണെന്ന് പറഞ്ഞ കളിയിൽ സതാംപ്ടൺ നല്ല രൂപത്തിൽ തന്നെ സിറ്റിയെ തളച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ കളി 75 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇരുഭാഗത്തേക്കും ഗോളുകൾ വീഴുന്ന കാഴ്ച. 79ാമത്തെ മിനിറ്റിൽ അസാസിലൂടെ അതൊരു കിടിലൻ ഗോളായിരുന്നു. ആ ഗോളിലൂടെ സതാംപ്ടൺ ലീഡെടുത്തതാണ്. എന്നാൽ 82ാമത്തെ മിനിറ്റിൽ ഡോക്കുവിൻ്റെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ഒപ്പം പിടിച്ചു. പിന്നീട് 87ാമത്തെ മിനിറ്റിൽ നിക്കോ ഗോൺസാലസിൻ്റെ സ്ക്രീവർ എതിരാളികളുടെ വലയിലേക്ക് അങ്ങ് പതിച്ചു. ഞാൻ എൻ്റെ അവസരം കാത്തു നിൽക്കുകയായിരുന്നു എന്ന് നിക്കോ ഗോൺസാലസ് പറയുന്നുണ്ട്. യെസ്, ആ ഗോളിലൂടെ 2-1 വിജയിച്ചുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി FA കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നത്. എതിരാളികൾ ആര് എന്നുള്ളത് ഇന്നാണ് തീരുമാനമാവുക. ചെൽസിയും ലീഡ്സ് യുണൈറ്റഡും തമ്മിലാണ് ഇന്നത്തെ പോരാട്ടം. ആ പോരാട്ടം വിജയിക്കുന്ന ടീമിനെതിരെയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഫൈനലിൽ കളിക്കാനുള്ളത്. ഏതായാലും ഇത്തവണ പെപ് ഗാർഡിയോള ഒരു ഘട്ടത്തിൽ കിരീടങ്ങളൊന്നും ലഭിക്കില്ല എന്ന് തോന്നിച്ചിടത്ത് നിന്ന് ട്രബിളിലേക്കാണോ പോകുന്നത്? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.